ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പൊ കേരളത്തിൽ വലിയ പ്രശ്നം നടക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ സഖാക്കന്മാരും ആം, കേരളത്തിലെ മറ്റ് ഡിമാങ്കി നക്സലുകളും എല്ലാം ചേർന്ന് ഇപ്പോ വലിയ രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെറി വിളിക്കുക സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സാണ്. ഇവര് എന്തുണ്ടെങ്കിലും ഇവർ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുക. അത് വേറൊരു കാര്യം. കോവിഡ് വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പോലും തെറി നിർത്താത്ത ടീമാണ്. പക്ഷെ ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചില വീഡിയോസ് ഞാൻ കാണുമ്പോൾ ഈ മെറ്റയാണ് ഇവർ കുറ്റം പറയുന്നത്. ചില മെറ്റയിടത്തെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ വീഡിയോയ്ക്കൊക്കെ ടൈറ്റിൽ കൊടുക്കുന്നത്. സംഭവം ഈ നരേന്ദ്രമോദി സോഷ്യൽ മീഡിയ സെൻസറിങ് ഏർപ്പെടുത്തുന്നു എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. മോദിയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. കാരണം ഇവരുടെ വീഡിയോസ് പലതും ഡിലീറ്റ് ആയി പോകുന്നു. ഇവരുടെ വീഡിയോസ് പലതും റീച്ച് ആവുന്നില്ല. ഇന്നലെ മെനങ്ങാവുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഒരു വീഡിയോ എന്റെ ഫീഡിൽ കയറി വന്നപ്പോൾ ആ കണ്ടന്റ് ക്രിയേറ്റർ ഒരു മാസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, ഇതെനിക്ക് റീച്ച് ആവുന്നില്ല, പോരാത്തതിന് ഞാൻ ചെയ്ത വീഡിയോകളെല്ലാം വെരിഫൈ ചെയ്തു, അതിൽ ഒരുപാട് വീഡിയോസ് നീക്കം ചെയ്യപ്പെട്ടു, അപ്പൊ ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. പോരാത്തതിന് അതെനിക്ക് മനസ്സിലായില്ല, പോരാത്തതിന് എന്റെ മെറ്റയിൽ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തപ്പെട്ടിട്ട് ഞാനൊരു മൈനറാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എന്റെ അക്കൗണ്ട് മൊത്തത്തിൽ റെസ്ട്രിക്റ്റഡ് ആയിപ്പോയി. പിന്നെ ഞാൻ മെറ്റയായിട്ട് സംസാരിച്ചു, അതൊരു ബഗ്ഗാണെന്ന് മെറ്റ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള സംസാരങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഈ റിപ്പോർട്ടർ ടി വിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വി ഡി സതീശന്റെ അനുയായികളുണ്ടല്ലോ, അവർ MDMA കേസിൽ പിടിച്ച വാർത്തകൾ കൊടുത്തപ്പോൾ അത് റിമൂവ് ചെയ്ത്, അത് വി ഡി സതീശൻ നേരിട്ട് സുക്കർബർഗുമായി ഇടപെട്ട് റിമൂവ് ചെയ്തതാണെന്നുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഇവിടെ നടന്നു. നരേന്ദ്രമോദിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ CJPയുടെ പോസ്റ്റുകളൊന്നും റീച്ച് ആവുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ CJPയുടെ പോസ്റ്റുകൾ പലതും ടേക്ക് ഡൗൺ ചെയ്യപ്പെട്ടു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പലതും എന്നുള്ളതല്ല, ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ CJPയുടെ പോസ്റ്റ് കാണുമ്പോൾ ഞാൻ ഇത് സേവ് ചെയ്ത് വെക്കാറുണ്ട്. ആ സേവ് ചെയ്ത് വെച്ച പോസ്റ്റുകൾ, അതായത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് പിന്നീട് എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ റെഫറൻസിനായിട്ട് ഇവർ മോദിയെ തെറി പറയുന്ന പ്ലക്കാർഡുകളൊക്കെ പിടിച്ചുകൊണ്ടുള്ളതായിരിക്കാം. അതൊക്കെ നമുക്ക് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് സേവ് ചെയ്ത് വെക്കുന്നത്. പക്ഷെ ഇപ്പം ആ സേവ്ഡ് ഫോൾഡറിൽ പോയി അതെടുത്ത് നോക്കുമ്പോൾ കണ്ടന്റ് നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അതായത് ഇതൊക്കെ റിമൂവ് ചെയ്യപ്പെടുകയാണ്. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡീപ് ഫേക്കുകൾ റിമൂവ് ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ ഏത് രാഷ്ട്രീയക്കാരന്റെ ആയിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, നമ്മുടെ LOP, ഇപ്പൊ രാഹുൽ ഗാന്ധി ഞാനുമായിട്ട് നിൽക്കുന്ന ഒരു പടം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെന്ന് വിചാരിക്കുക. ഞാൻ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല, എന്റെ അടുത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധി AI ക്രിയേറ്റഡ് രാഹുൽ ഗാന്ധിയാണ്, ഒരു സന്തോഷം എന്ന രീതിയിൽ ഞാൻ ഇടുകയാണ്. അതും മെറ്റ ടേക്ക് ഡൗൺ ചെയ്യും, കാരണം ഇത് ഡീപ് ഫേക്ക് ആണ് എന്നുള്ളത് കൊണ്ട് അതും മെറ്റ ടേക്ക് ഡൗൺ ചെയ്യും. പിന്നെ ഇപ്പോ നമ്മുടെ സുപ്രീം കോടതി കേന്ദ്രത്തിന്റെ ഒരു നിർദ്ദേശം തേടിയിട്ടുണ്ട്. അതായത് ഈ കൊച്ചുകുട്ടികൾ അശ്ലീല കണ്ടന്റുകൾ അവരിലേക്ക് അതിഭീകരമായിട്ട് ഈ സോഷ്യൽ മീഡിയ വഴി പുഷ് ചെയ്യപ്പെടുന്നു. അപ്പൊ അത് നിങ്ങൾ തടയിടണം, അത് തടയിട്ടേ മതിയാകും. അപ്പൊ അതിൽ നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്രത്തിനോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വലിയ വാർത്തയാണ്, 68 സെക്കൻഡിൽ ഒരു വീഡിയോ നീക്കം ചെയ്യപ്പെടുന്നു ഇന്ത്യയിൽ എന്നാണ് അവർ പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാനുള്ള സർക്കാരിന്റെ വൻ ഇടപെടലാണ് ഇതിനു പിന്നിൽ. 5 മാസത്തിനിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പോസ്റ്റുകളാണ് നീക്കം ചെയ്തത്. അപ്പോ ഈ സഹയോഗ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടിയിട്ട്. ആ സഹയോഗ് പോർട്ടൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഇതുവഴി എങ്ങനെയാണ് പോസ്റ്റുകൾ കേന്ദ്ര സർക്കാർ നീക്കം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയണം. അത് മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ പോസ്റ്റുകൾ ഇങ്ങനെ നീക്കം ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ നീക്കം ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ? പക്ഷെ പുറത്തുള്ള, എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയാണ് ഏറ്റവും അവസാനമായിട്ട് ഈ കൊച്ചുകുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച. പിന്നെ ഫ്രാൻസ് നിരോധിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് സർക്കാർ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ സർക്കാരിനോട് ഒരു നിർദ്ദേശവും വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് നിങ്ങളും ഇത് പരീക്ഷിച്ചാൽ വളരെ നല്ലതായിരിക്കും ഓസ്ട്രേലിയ എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇതിൽ ചുമ്മാ സൂചിപ്പിക്കുകയാണ്, കാരണം നമ്മുടെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പ്രാധാന്യം, അവിടെ ജെൻസി കൂടുതലായിട്ട് തടിച്ചു കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നേതാക്കന്മാരും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലോട്ട് തള്ളിപ്പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ ഒരു താരമല്ല എന്ന് പറഞ്ഞ ആൾക്കാര് ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 റീലിട്ട് ആ റീല് വേൾഡ് റെക്കോർഡ് അടിച്ചപ്പോ മോദി റീലിട്ട് കളിക്കുകയാണ്, റീൽ സ്റ്റാറായി മാറി മോദി എന്നാണ് ഇവിടെയുള്ള സോഷ്യൽ മീഡിയ, ഇവിടെയുള്ള നമ്മുടെ MP മാര് ജോൺ ബ്രിട്ടാസ്, A റഹീം ഒക്കെ പറഞ്ഞത്. പക്ഷെ ഇവരിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് റീലിട്ടുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിനകത്തുനിന്നും പുറത്തുനിന്നും ഹലോ ഗായ്സ് എന്നും ഹായ് ഗായ്സും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റീലിട്ട് കഴിയുന്നില്ല. ഈ മോദിയുടെ ആ പാതയിലോട്ട് ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മോദി അത് നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവരിപ്പോ നിരന്തരമായിട്ട് റീലിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ബിജേട്ടൻ ശ്രദ്ധിച്ചോ, ഈ ജെൻസികളെ കയ്യിലെടുക്കാനായിട്ട് ഈ സഖാക്കന്മാര് ഊട്ടുപാട് പരിശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ബിജേട്ടൻ കണ്ടു കാണും, റിപ്പോർട്ടർ ചാനലാണ് അത് തൂക്കിയെടുത്ത് തലയെ വെച്ചിരിക്കുന്നത്. കുറെ പിള്ളേർ ചേർന്ന്
സഖാക്കളെ ഞങ്ങൾ ഇവിടെ നിന്നുള്ള ആൾക്കാരാണ്, ഇതാണ് ഞങ്ങളുടെ കമ്മിറ്റി ആഫീസ്, ഇതാണ് നമ്മുടെ ജോയിന്റ് സെക്രട്ടറി, ഇതാണ് ബ്രാഞ്ച് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ കൊച്ചുകുട്ടികൾ കണ്ടല്ലോ ആ വീഡിയോ. അത് മെറ്റ ടേക്ക് ഡൗൺ ചെയ്തു. ആ മെറ്റ ടേക്ക് ഡൗൺ ചെയ്തപ്പോൾ ഈ കൊച്ചുകുട്ടി തന്നെ വന്നിട്ട് പറയുന്നു, ഇവിടെയാണ് എന്റെ ചെങ്കൊടി ഇരിക്കുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറയാം. അതിന്റെ താഴത്തെ കമന്റുകളൊക്കെ വായിച്ചു നോക്കണം. മോനെ പോയി പഠിക്കൂ, പഠിച്ച് നല്ലൊരു ഭാവി ഉണ്ടാക്കൂ, വെറുതെ ഇവരുടെ പുറകെ നടക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമന്റുകൾ. പിന്നെ പിണറായി വിജയൻ ഇപ്പൊ പഴയ പിണറായി വിജയനല്ലേ കേട്ടോ. പിണറായി വിജയൻ ആ കൊച്ചുകുട്ടികളെ വീഡിയോ കോൾ ചെയ്തു. പണ്ട് അറിയാമല്ലോ, പിണറായി നടന്നു പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ പോലും ആർക്കും നിൽക്കാൻ പറ്റാതെ അവരെ വീഡിയോ കോൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അതൊക്കെ ഇപ്പോൾ ഇങ്ങനെയായിട്ട് പ്രചരിപ്പിക്കണം. അവരെ വീഡിയോ കോൾ ചെയ്ത് പിണറായി വിജയൻ ഹൈ ഫൈ പറയുന്നു, തംസപ്പ് അടിക്കുന്നു, ജെൻസി കുട്ടികളെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ ആ ഒരു ശ്രമത്തിനിടയിലാണ് മോദി ഇങ്ങനെ ഒരു പണി ഇവർക്ക് വയ്ക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? യൂട്യൂബ് പോലും ഇപ്പോൾ അവരുടെ പോളിസീസ് സ്ട്രിക്റ്റ് ആക്കുകയാണ്. എന്ത് തോന്നുന്നു? അതിനൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഇന്നത്തെ ഒരു സംഭവം പറയാം. നമ്മളിന്ന് TV ചാനലിലൊക്കെ ഒരു വലിയ ബ്രേക്കിംഗ് ഉണ്ടാകും. ഒരു വയോധികനെ കൊലപ്പെടുത്തി. അതിന്റെ പിന്നിൽ പോലീസ് പിടികൂടിയിരിക്കുന്നത് 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഞങ്ങളുടെ നാട്ടിലാണ്, കരുവാറ്റ, ആലപ്പുഴ ജില്ലയിൽ. കാര്യം, ഈ അപ്പൂപ്പനോട് പെൺകൊച്ചിന് വിരോധമുണ്ടായിരുന്നു. കൊലപാതകത്തിന് ഈ പുള്ളിക്കാരന്റെ കുറച്ച് സ്വർണവും പൈസയൊക്കെ ഉണ്ട്. അത് അടിച്ചു മാറ്റാൻ വേണ്ടി ഈ 13 വയസ്സുള്ള പെൺകുട്ടി തന്റെ കൂട്ടുകാർക്ക്, അവർക്കും ഈ പ്രായമൊക്കെ തന്നെ ഉള്ളൂ, കൊട്ടേഷൻ കൊടുക്കുന്നു കൊലപ്പെടുത്താൻ. പാരിതോഷികമായി കൊലപ്പെടുത്തുന്ന ഈ കുട്ടികൾക്ക് ഒരു ബൈക്കും, ഇവൾക്ക് ഈ പൈസയിൽ നിന്നൊരു ഐഫോണും വേണം. ഇതായിരുന്നു ഇവരുടെ കൊട്ടേഷന്റെ ദൗത്യം. അങ്ങനെ ഈ 3 കുട്ടികൾ എത്തുന്നു, ഈ വയോധികനായ മനുഷ്യനെ കൊലപ്പെടുത്തുന്നു. പോലീസ് അങ്ങനെ വ്യാപകമായി അന്വേഷണം നടത്തി. ഇതിനകത്ത് വിചിത്രമായിട്ട് എനിക്ക് കുറച്ചുകൂടെ ഭയം തോന്നിയ ഒരു കാര്യം, ഈ പെൺകുട്ടി കൊലപാതകം വീഡിയോ കോളിലൂടെ കാണുകയായിരുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഈ വില്ലന്മാര് വീഡിയോ കോളിലൂടെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ സംഘം പോവും, അവർ കൊലപ്പെടുത്തുന്ന ഇങ്ങനെ വീഡിയോ കോളിൽ കൂടെ കണ്ട് രസിക്കുന്നത്. എവിടെ നിന്നാണ് ഈ കുട്ടിക്ക് ഈ ഐഡിയ വന്നത്? എവിടെ നിന്നാണ് അതിന്റെ ഇൻഫ്ലുവൻസ്? ഒന്നും നമ്മൾ വേറെ അങ്ങനെ തപ്പിപ്പോണ്ട, സോഷ്യൽ മീഡിയ തന്നെയാണ്. ഈ സിനിമകളായാലും സോഷ്യൽ മീഡിയ ആയാലും ഇൻസ്റ്റാഗ്രാംസ് ആയാലും ഒക്കെ അത് തന്നെയാണ് ഈ കുട്ടിയെ ആ രീതിയിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ 13 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ഒരു തലച്ചോറ് എത്രത്തോളം വികസിച്ചിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ആ കുട്ടി വീഡിയോ കോളിൽ കണ്ടുകൊണ്ടിരിക്കുക, ലൈവായിട്ട് കൊല്ലുന്നത്, തന്റെ അപ്പൂപ്പനെ കൊല്ലുന്നത്. അപ്പൊ ആ കുട്ടിയെ പിടികൂടിയിട്ടുണ്ട്. ഞാനത് തുടക്കത്തിൽ ആമുഖമായി പറഞ്ഞത് എന്തായെന്ന് ചോദിച്ചാൽ, നമ്മുടെ യുവതലമുറയെ സോഷ്യൽ മീഡിയ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. ഇനി കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ യൂട്യൂബിൽ നിന്ന് ആകെ 15,000 ലിങ്കുകൾ മാത്രമാണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം യൂട്യൂബ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പോളിസികളും തുടക്കം മുതൽ തന്നെ അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അവർ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ആ വിഷ്വൽസ് കാണിച്ചുകൂടെ, നിങ്ങൾക്ക് ആ ലിങ്ക് തന്നൂടെ എന്ന്. ഇതൊന്നും പാടില്ല, അത് ചെയ്യാനേ കഴിയില്ല എന്നുള്ളതാണ് യൂട്യൂബിന്റെ നിയമം. ഒരുപക്ഷെ യൂട്യൂബ് യൂസ് ചെയ്യുന്ന പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് വലിയ ബോധ്യം ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മളെ കണക്ക് ഇങ്ങനെ ഇത് ചെയ്യുന്ന ടീമുകൾക്ക് ഇത് കൃത്യമായൊരു ബോധമുണ്ട്. കാരണം നമുക്ക് അങ്ങനെ കാണിക്കാൻ വേറൊരു ഇടത്ത് വന്ന വിഷ്വൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കാണിക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ലിങ്കുകൾ, നിങ്ങൾ പലരും ചോദിക്കുന്നത് ലിങ്ക് എവിടെയെന്ന് ചോദിക്കുന്നത്, ലിങ്ക് തരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ലിങ്ക് തരാനായിട്ട് ഇതിൽ ഓപ്ഷനില്ല. ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ഈ ചാനൽ ഇതായി കളയും, ഡിമോണിറ്റൈസേഷൻ ആകും, സ്ട്രൈക്ക് അടിക്കും, അങ്ങനെ പിന്നെ ഒരു നൂലാമാല, പിന്നെ ചാനലേ കാണത്തില്ല. അങ്ങനെയാണ് ഇതിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. പക്ഷെ മെറ്റ അങ്ങനെ ആയിരുന്നില്ല തുടക്കം മുതലേ തന്നെ. പക്ഷെ ഇപ്പോൾ മെറ്റ ഇതൊക്കെ അനുസരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് മെറ്റയ്ക്ക് 10 പൈസ കിട്ടുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ഈ ഇന്ത്യയെ കൂടെ കാരണം ഓസ്ട്രേലിയയിൽ അവർ കേസിന് പോയി, അവിടുത്തെ സർക്കാരിനെതിരെ. ഈ കുട്ടികളുടെ ഈ 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് കൊടുക്കരുത്, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബർ ആക്കരുതെന്ന് പറഞ്ഞ് അവർ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പോയി. അവർ ഓസ്ട്രേലിയൻ സർക്കാർ അതിനേക്കാൾ കടത്തിവിട്ട് മറ്റൊരു നിയമം കൂടെ കൊണ്ടുവന്നു. നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പൈസയുടെ ഇത്ര ശതമാനം കൂടി ഞങ്ങൾക്ക് തന്നിട്ട് പോകണമെന്ന് പറഞ്ഞു. ആ ഒരു ഇതിലായിരുന്നു ആദ്യം നിന്നത്. ഇവിടെയൊക്കെ ഇന്ത്യയിൽ എപ്പോഴാണ് ഈ യൂട്യൂബിലൊക്കെ പണി കിട്ടി തുടങ്ങിയെന്ന് വെച്ചാൽ, യൂട്യൂബും നമ്മുടെ സർക്കാർ നിങ്ങൾ ഇന്ത്യൻ നിയമം അനുസരിക്കണമെന്ന് ഇവരാരും കേട്ടില്ല. ആമസോൺ, യൂട്യൂബ്, അതുപോലെ തന്നെ മെറ്റ കേട്ടില്ല. കേന്ദ്ര സർക്കാർ എത്ര അടിച്ചു കൊടുത്തത്? 8%. നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പൈസയുടെ 8% അടയ്ക്കാൻ പറഞ്ഞു. അത് അടച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഹാപ്പിയായി, എല്ലാവരും കൃത്യമായിട്ട് ഏകദേശം ഇന്ത്യൻ നിയമങ്ങൾ പാലിച്ചു. പക്ഷെ മെറ്റ അപ്പോഴും പാലിച്ചിരുന്നില്ല. മെറ്റ നമുക്കറിയാം, ഈ 2024 തെരഞ്ഞെടുപ്പിൽ അതിന്റെ തിക്തഫലം അനുഭവിച്ചവരാണ് നമ്മൾ. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ വീഡിയോകളെല്ലാം ഡൗൺ ചെയ്യിച്ചു. നമ്മുടെ വീഡിയോകൾ പോയില്ല. അവസാനം ഗതി കെട്ടിട്ട് എനിക്കൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതായത് ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ പറയുന്നു, ഈ കാശ്മീരിൽ ഒരു കൊച്ചുകുട്ടിയെ കൊലപ്പെടുത്തി ഭീകരർ, ഒരു തീർത്ഥാടക യാത്രാ സംഘത്തിനെതിരെ വെടിവെപ്പ്. ആ വീഡിയോ ഒന്ന് ദയവായി നിങ്ങൾ ഷെയർ ചെയ്യണേ
എന്ന് വളരെ ദയനീയമായിട്ട് നമുക്ക് അപേക്ഷിക്കേണ്ടി വന്നു. ഇന്നും വരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് നമുക്കത് പറയേണ്ടി വന്നു. കാരണം ആ വാർത്ത ലോകം മുഴുവൻ അറിയണമായിരുന്നു, എല്ലായിടത്തും അത് എത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പറയേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത് വെച്ചാൽ റീച്ച് ചവിട്ടുകയാണ്. ഇപ്പോഴും അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്, അത് ചവിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നു. ഇവിടെ ഈ കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹയോഗ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പുണ്ട് ധനുഷേ. ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് മാത്രമുള്ളതല്ല, കേന്ദ്രത്തിനും സംസ്ഥാന അന്വേഷണ ഏജൻസികൾക്കും കേന്ദ്രത്തിനും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും എല്ലാം ഇതിനകത്ത് കയറുവാനുള്ള ഒരു പെർമിഷൻ ഉണ്ട്, എല്ലാവർക്കും ഉപയോഗിക്കാം. അതായത് നമ്മുടെ സംസ്ഥാന പോലീസിന് ഏതെങ്കിലും ലിങ്ക് ടേക്ക് ഡൗൺ ചെയ്യിക്കണമെങ്കിലോ ഡിലീറ്റ് ആക്കണമെങ്കിലോ അത് ബാൻ ചെയ്യണമെങ്കിലോ ആ ലിങ്കും അതിന്റെ ഡീറ്റെയിൽസും ഈ ആപ്പിൽ കൊടുത്താൽ മാത്രം മതി. സഹയോഗ ആപ്പിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് മെറ്റയ്ക്ക് പോകും. ഇപ്പോൾ മെറ്റ ഇതുവരെ യൂട്യൂബും മറ്റുമായിരുന്നു ഈ സഹയോഗ ആപ്പുമായി ലിങ്ക് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ. ഇപ്പോൾ മെറ്റ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ വി ഡി സതീശനെതിരെയുള്ള വാർത്ത, അതുപോലെ തന്നെ നേരത്തെ എന്താ പറഞ്ഞത്, ഒരു കുട്ടിയുടെ അല്ലെ, ഒരു ബാലസംഘത്തിൽ പ്രവർത്തിക്കുന്ന കുട്ടിയുടെ ഇതൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇത് ആർക്കെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ആപ്പിൽ കയറിയിട്ട് അവർക്ക് ഈ ലിങ്കും കൊടുത്ത് അതിന്റെ ഡീറ്റെയിൽസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് ഇതാകും. അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ യൂട്യൂബുകൾക്കെതിരെ നടപടി വരുന്നത്, ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾക്കെതിരെ നടപടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. പിന്നെ ഇത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് സംസാരിച്ച്, പക്ഷേ കുറച്ച് ദിവസം പിടിക്കുമെന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ നീക്കം ചെയ്തിരിക്കുന്ന 1,68,000 ലിങ്കുകൾ അത് മെറ്റയുടെ അടക്കമുള്ള ലിങ്കുകളാണ്. മെറ്റയുടെ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, മറ്റേ ട്വിറ്റർ ഉണ്ട്, പലതിന്റെ ഉണ്ട്. പക്ഷെ യൂട്യൂബിന്റെ 15,000 ഇതുവരെ പോയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയാണ്. അപ്പം ആ ലിങ്കുകൾ ഇപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് കേന്ദ്രം കുത്തിയിരുന്നിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത് നല്ലത്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള കേസുകളും ഉണ്ട് ഇതിനകത്ത്. ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഒരുപാട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഗൈഡ് ലൈൻസ് വായിച്ചു നോക്കണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിച്ചു നോക്കണം. പലരും കരയുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ, എന്നെ മെറ്റ ഇത് ചെയ്തു, എന്നെ മെറ്റ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതിനു മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതനുസരിച്ചുള്ള പോസ്റ്റുകൾ. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് പേര് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാറുണ്ട്. ശ്രീജിത്ത് പണിക്കരുടെ ഒക്കെ പോസ്റ്റിന് 10-25,000 ലൈക്കും ഒരുപാട് ഷെയറും ഒക്കെ കിട്ടാറുണ്ട്. എന്തേ പുള്ളിയുടെ പോസ്റ്റിന് ഇതൊന്നും സംഭവിക്കാത്തത്? അദ്ദേഹം അതിൽ യൂസ് ചെയ്യുന്ന ഭാഷ ശുദ്ധമാണ്, കൃത്യമായ കാര്യങ്ങളാണ്. കാരണം ഇതെല്ലാം നമ്മൾ അതിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ലിമിറ്റ് അവർ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ആരും തെളിവിളിക്കുന്നില്ല? നമ്മളാരെയും മോശമായ പദപ്രയോഗം നടന്നു. ഒന്ന്, നമ്മുടെ സംസ്കാരം അനുവദിക്കത്തില്ല. രണ്ട്, ഇതിന്റെ വയലേഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള സാധനത്തെ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് അതിന്റെ അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സഹയോഗ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടെ സ്പീഡാക്കിയിരിക്കുന്നു. കാരണം മെറ്റയെ സംബന്ധിച്ച് ഇന്ത്യയെ കൂടെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് പിന്നെ മെറ്റ ഇല്ല. കാരണം വേറെ വല്ല പണിക്കും പോകുന്നതായിരിക്കും അവർക്ക് നല്ലത്. കാരണം ചൈന, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയുണ്ട്. ആ ചൈനയിൽ ഇവന്മാരുടെ ഒരു ഫേസ്ബുക്കും ഇല്ല, യൂട്യൂബും ഇല്ല, ഒന്നുമില്ല. അവർക്ക് അവരുടേതായ സിസ്റ്റമാണുള്ളത്. 2030 ഇന്ത്യയുടെ സ്വന്തം 30-31 ഇന്ത്യയുടെ സ്വന്തം പ്ലാറ്റ്ഫോം വികസിപ്പിക്കും, അനൗൺസ് ചെയ്യും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും.